യോഹന്നാൻ്റെ സുവിശേഷം 15:16 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഓരോ വ്യക്തിയെയും കുറിച്ച് വ്യക്തമായിട്ടുള്ള പദ്ധതിയുണ്ട്. ഇത് നമുക്ക് ദൈവികമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ നൊമ്പരം തരും. പക്ഷേ ആ നൊമ്പരം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ സാക്ഷികളായി തീർന്നുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരായിട്ട് തീരുന്ന അവസ്ഥയിലേക്കായിരിക്കും. അങ്ങനെയുള്ളൊരു സാക്ഷ്യമാണ് സുജ എന്ന ഒരു സഹോദരി നമ്മുടെ മുൻപിൽ പങ്കുവയ്ക്കുക. സുജ എന്ന ഈ സഹോദരി നമ്മുടെ മുൻപിൽ തൻ്റെ മകൻ ജോസഫിൻ്റെ ശരീരത്തിലുണ്ടായ ഒരു മുഴയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരി വ്യക്തമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് ദൈവം തന്നെ വിളിച്ചതെന്ന്, എങ്ങനെയാണ് ദൈവം തന്നെ തിരഞ്ഞെടുത്തതെന്ന്, എങ്ങനെയാണ് അനേകരുടെ മുൻപിൽ സാക്ഷ്യത്തിനായിട്ട് തന്നെ കൊണ്ട് നിർത്തിയതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ, എന്നെ വിളിച്ചതിൻ്റെ വലിയ അനുഭവമാണെന്നും നമുക്ക് ബോധ്യമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ നിറവേറുന്നത്. നമുക്ക് ഈ കുടുംബത്തോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടിപ്പുകഴ്ത്താം.